Hello all, welcome to the new class of Income Tax and GST. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻകം ടാക്സ് ആക്ട് 1961 ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C to 80U കണ്ടിന്യൂഷൻ പാർട്ടാണ്. കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലൂടെ സെക്ഷൻ 80C മുതൽ സെക്ഷൻ 80G വരെയുള്ള 12 പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ബാക്കി പോയിന്റ്സ് ആണ്. ഓക്കെ, സോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് 12 പോയിന്റ്സ് നമ്മൾ കവർ ചെയ്തു. ഇനി 13th പോയിന്റ്, റിഡക്ഷൻ ഇൻ റെസ്പെക്റ്റ് ഓഫ് റെൻറ്റ് പെയ്ഡ് സെക്ഷൻ 80GG. ഈ ഒരു സെക്ഷൻ പ്രകാരം ഡിഡക്ഷന് അർഹതപ്പെട്ടിരിക്കുന്ന അസസി എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ ആണ്. അപ്പോൾ ഇവിടെ കമ്പനിക്കോ HUFനോ ഒന്നും ഈ ഒരു സെക്ഷൻ പ്രകാരം ഡിഡക്ഷൻ അലവബിൾ അല്ല. അപ്പോൾ ഇവിടെ ഇൻഡിവിജ്വൽ ഒരു സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ഇൻകത്തിൻ്റെ 10% കൂടുതൽ അദ്ദേഹത്തിന് ഹൗസ് റെൻ്റ് എക്സ്പെൻസസ് ഉണ്ടാവുകയാണെങ്കിൽ മാത്രമാണ് ഈ ഒരു സെക്ഷൻ പ്രകാരം അദ്ദേഹത്തിന് ഡിഡക്ഷൻ അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺ അല്ല, സാലറീഡ് പേഴ്സൺ ആണെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് സോ നമ്മൾ ഫസ്റ്റ് 12 പോയിന്റ്സ് കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ 13th പോയിന്റിൽ കിടക്കുകയാണ്. ഓക്കെ, സോ ഡിഡക്ഷൻ ഇൻ റെസ്പെക്റ്റ് ഓഫ് റെൻറ്റ് പെയ്ഡ് സെക്ഷൻ 80GG. ഈ ഒരു സെക്ഷൻ പ്രകാരം ഡിഡക്ഷന് അലവബിൾ ആയിരിക്കുന്ന അല്ലെങ്കിൽ എലിജിബിൾ ആയിരിക്കുന്ന അസസി എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആണ്. അപ്പോൾ ഇവിടെ HUFനോ കമ്പനിക്കോ ഒന്നും സെക്ഷൻ 80GG പ്രകാരം ഡിഡക്ഷൻ ഇല്ല. ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത്, ഇപ്പോൾ ഇൻഡിവിജ്വൽ ഒരു സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ഇൻകത്തിൻ്റെ 10% കൂടുതൽ അദ്ദേഹത്തിന് ഹൗസ് റെൻ്റ് എക്സ്പെൻസസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലാണ് 80GG പ്രകാരം ഡിഡക്ഷൻ അലവബിൾ ആയിരിക്കുക. അതേപോലെ തന്നെ സാലറിഡ് പേഴ്സൺ ആണെങ്കിൽ അദ്ദേഹത്തിന് ഹൗസ് റെൻ്റ് അലവൻസ് ലഭിച്ചിട്ടില്ലെങ്കിലുമാണ് റെൻറ്റ് പെയ്ഡിൽ അദ്ദേഹത്തിന് 80GG പ്രകാരം ഡിഡക്ഷൻസ് ഉണ്ടായിരിക്കാം. ഓക്കെ, ഇനി നമുക്ക് എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ എത്ര എന്നുള്ളത് നോക്കാം. ഞാൻ ഇനി പറയാൻ പോകുന്ന എമൗണ്ട്സിൽ ഏറ്റവും കുറവ് എമൗണ്ട് ഏതാണോ അത്രയും എമൗണ്ടാണ് ഇവിടെ ഇൻഡിവിജ്വലിന് റെൻറ്റ് പെയ്ഡിൻ്റെ മുകളിൽ എന്തുണ്ടാവുക, ഡിഡക്ഷൻ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ എമൗണ്ട് എന്ന് പറയുന്നത് എക്സസ് ഓഫ് റെൻറ്റ് പെയ്ഡ് ഓവർ 10% ഓഫ് ടോട്ടൽ ഇൻകം. അപ്പോൾ ഇവിടെ ഇൻഡിവിജ്വലിൻ്റെ ടോട്ടൽ ഇൻകത്തിൻ്റെ 10% കൂടുതൽ അദ്ദേഹം റെൻറ്റ് പേ ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും എമൗണ്ടാണ് ആദ്യത്തെ പോയിൻ്റായിട്ട് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ടോട്ടൽ ഇൻകത്തിലുള്ള ഒരു കാൽക്കുലേഷനാണ്. സെക്ഷൻ 80GG പ്രകാരം ഒരു ഇൻഡിവിജ്വലിൻ്റെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് GTI മൈനസ് ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C to 80U എക്സെപ്റ്റ് 80GG, LTCG, STCG അണ്ടർ സെക്ഷൻ 111A ആണ്. അതായത് ഈ ഒരു സെക്ഷനിൽ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ വ്യക്തിയുടെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും ഡിഡക്ഷൻസ് മൈനസ് ചെയ്തിട്ടാണ്. ഓക്കെ, സെക്ഷൻ 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻസ് മൈനസ് ചെയ്യുക. സെക്ഷൻ 80GG ഒഴിച്ച് എക്സെപ്റ്റ് 80GG, അതായത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സെക്ഷനിലുള്ള എമൗണ്ട് ഒഴിച്ച് ബാക്കി എല്ലാ ഡിഡക്ഷൻസും മൈനസ് ചെയ്യുക. അതിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും മൈനസ് ചെയ്തിട്ടുള്ള എമൗണ്ടാണ് ഇവിടെ ഇൻഡിവിജ്വലിൻ്റെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ഇൻകം ലഭിക്കുന്നത്. ആ എമൗണ്ടിൻ്റെ 10% കൂടുതൽ അദ്ദേഹം റെൻറ്റ് പേ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ഫസ്റ്റ് കാറ്റഗറി ഓഫ് എമൗണ്ട് ആയിട്ട് വരുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ അദ്ദേഹം റെൻറ്റ് പേ ചെയ്യുന്നത് 12,000 ആണെന്ന് വിചാരിക്കുക. അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ഇൻകത്തിൻ്റെ 10% 10,000 ആണെങ്കിൽ ഇവിടെ അദ്ദേഹത്തിന് ഫസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 2,000 ആണ്. ഓക്കെ, ഇനി അടുത്ത കാറ്റഗറൈസേഷൻ എന്ന് പറയുന്നത് 25% ഓഫ് ടോട്ടൽ ഇൻകം. നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടോട്ടൽ ഇൻകത്തിൻ്റെ 25% രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് ₹5,000 പെർ മന്ത്, പ്രതിമാസം 5,000 രൂപ. ഓക്കെ, അപ്പോൾ ഇതിൽ എത്ര രൂപയാണോ കുറവ് അത്രയും എമൗണ്ടാണ് അദ്ദേഹത്തിന് റെൻറ്റ് പെയ്ഡ് എന്ന സെക്ഷനിലൂടെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ സാധിക്കുന്നത്, കുറയ്ക്കാൻ സാധിക്കുന്ന തുക. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് 14th പോയിന്റ്, ഡൊണേഷൻ പെയ്ഡ് ഫോർ സയൻറ്റിഫിക് റിസർച്ച് അസോസിയേഷൻ സെക്ഷൻ 80GGA. ഇപ്പോൾ സയൻറ്റിഫിക് റിസർച്ച് അസോസിയേഷൻ നൽകിയിരിക്കുന്ന സംഭാവന അസസീസിന് അവരുടെ ടോട്ടൽ ഇൻകത്തിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ടൈപ്സ് ഓഫ് അസസി എന്ന് പറയുന്നത് ഓൾ ടൈപ്സ് ഓഫ് അസസി, അതിപ്പോൾ ഇൻഡിവിജ്വൽ ആവാം, HUF ആവാം, കമ്പനി ആവാം, എല്ലാ തരം അസസീസും
സയൻറ്റിഫിക് റിസർച്ചിന് വേണ്ടിയിട്ടുള്ള ഡൊണേഷൻ നൽകുന്നുണ്ടെങ്കിൽ നമുക്കത് ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു സയൻറ്റിഫിക് റിസർച്ച് അസോസിയേഷൻ നൽകിയിരിക്കുന്ന പേയ്മെൻറ്റോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് സയൻറ്റിഫിക് റിസർച്ചിന് നൽകിയിരിക്കുന്ന പേയ്മെൻറ്റോ ഇനി അതല്ല റൂറൽ ഡെവലപ്മെൻറ്റ് ഫണ്ടിലേക്ക് നൽകിയിരിക്കുന്ന ഡൊണേഷനോ ഒക്കെ ഈ സെക്ഷൻ പ്രകാരം 100% എമൗണ്ട് എന്താണ്, ഡിഡക്റ്റബിൾ ആണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പോയിന്റിലേക്ക് കിടക്കുകയാണ്. 15th പോയിന്റ്, ഡൊണേഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടീസ് ബൈ ഇന്ത്യൻ കമ്പനീസ് സെക്ഷൻ 80 GGB. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ കമ്പനീസ് ആണ് ഇവിടെ അസസീസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇന്ത്യൻ കമ്പനീസ് പൊളിറ്റിക്കൽ പാർട്ടീസിന് ഡൊണേഷൻ നൽകിയിട്ടുണ്ടെങ്കിൽ 100% എമൗണ്ട് ഡിഡക്ഷന് അലൗബിൾ ആണ്. ഓക്കെ, 100% എമൗണ്ട് ഇവിടെ എമൗണ്ട് ഓഫ് ഡിഡക്ഷനായിട്ട് നൽകപ്പെടുന്നുണ്ട്. ഇവിടെ ഇന്ത്യൻ കമ്പനീസാണ് അസസീസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി 16th പോയിന്റ്, ഡൊണേഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടീസ് ബൈ പേഴ്സൺ അതർ ദാൻ ഇന്ത്യൻ കമ്പനീസ് സെക്ഷൻ 80 GGC. ഇന്ത്യൻ കമ്പനീസ് അല്ലാതെയുള്ള പേഴ്സൺസ് പൊളിറ്റിക്കൽ പാർട്ടീസിന് ഡൊണേഷൻ നൽകിയിട്ടുണ്ടെങ്കിൽ അവിടെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഡൊണേഷൻ പൊളിറ്റിക്കൽ പാർട്ടീസിനായിരിക്കും നൽകേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇന്ത്യൻ കമ്പനിയോ ലോക്കൽ അതോറിറ്റീസോ അല്ലെങ്കിൽ ജുഡീഷ്യൽ പേഴ്സൺസോ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാതരം അസസീസും മറ്റുള്ള പേഴ്സൺസൊക്കെയാണ് ഡൊണേഷൻ നൽകുന്നതെങ്കിൽ എത്രയാണോ സംഭാവന തുക 100% സം പെയ്ഡ് ഈസ് ഡിഡക്റ്റബിൾ അണ്ടർ സെക്ഷൻ 80 GGC. ഓക്കെ, 100% സം പെയ്ഡ് ഇവിടെ എന്താണ്, ഡിഡക്റ്റബിൾ ആയിരിക്കും. ഓക്കെ, ഇനി 17th പോയിന്റ്, ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് പ്രോഫിറ്റ്സ് ഫ്രം അണ്ടർടേക്കിംഗ് എൻഗേജ്ഡ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് സെക്ഷൻ 80 IA. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ബിസിനസ്സിൽ നിന്നുള്ള പ്രോഫിറ്റ്സിന് സെക്ഷൻ 80 IA പ്രകാരം ഡിഡക്ഷന് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ അസസി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ബിസിനസ്സിൽ, അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ബിസിനസ്സിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്ന അസസീസിനാണ് ഇവിടെ സെക്ഷൻ 80 IA പ്രകാരം ഡിഡക്ഷൻ അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. ആൻഡ് 100% ഓഫ് പ്രോഫിറ്റ് ഫോർ 10 അസസ്മെൻറ്റ് ഇയേഴ്സ് ആണ് ഇവിടെ എമൗണ്ട് ഓഫ് ഡിഡക്ഷനായിട്ട് പറഞ്ഞിരിക്കുന്നത്. 100% പ്രോഫിറ്റ്സ് ഇവിടെ എന്താണ്, ഡിഡക്ഷന് അർഹതപ്പെട്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി 18th പോയിന്റ്, ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് പ്രോഫിറ്റ് ഫ്രം ആൻ അണ്ടർടേക്കിംഗ് ഇൻ ഡെവലപ്മെൻറ്റ് ഓഫ് സ്പെഷ്യൽ എക്കണോമിക് സോൺ സെക്ഷൻ 80 IIAB. ഇവിടെ സ്പെഷ്യൽ എക്കണോമിക് സോണിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ബിസിനസ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള പ്രോഫിറ്റ്, സെസ് സ്പെഷ്യൽ എക്കണോമിക് സോണിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന ബിസിനസ് യൂണിറ്റിൽ എൻഗേജ്ഡ് ആയിരിക്കുന്ന അസസീസിന് ഫോർ 10 അസസ്മെൻറ്റ് ഇയേഴ്സിലേക്കുള്ള പ്രോഫിറ്റിന് 100% പ്രോഫിറ്റ് എന്താണ്, ഡിഡക്ഷൻ അലൗബിൾ ആണ്. ഇനി നെക്സ്റ്റ് പോയിന്റ്, ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് പ്രോഫിറ്റ്സ് ഫ്രം സ്പെസിഫൈഡ് ബിസിനസ് സെക്ഷൻ 80 IAC. ഓക്കെ, അവിടെ പറയുന്നത് സ്പെസിഫൈഡ് ബിസിനസ്സിൽ നിന്നുള്ള പ്രോഫിറ്റിനും ഇവിടെ അസസീസിന് എന്താണ്, ഡിഡക്ഷൻ അലൗബിൾ ആണ്. ഇവിടെ അസസീസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ബിസിനസ്സിൽ എൻഗേജ്ഡ് ആയിരിക്കുന്ന പേഴ്സൺസ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ ബിസിനസ് എന്ന് പറയുന്നത്, സ്പെസിഫൈഡ് ബിസിനസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് സ്പെസിഫൈഡ് ബിസിനസ് കാറ്റഗറൈസേഷൻ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു സെക്ഷൻ പ്രകാരം എലിജിബിൾ ആയിരിക്കുന്ന പേഴ്സൺ എന്ന് പറയുന്നത് എംപ്ലോയ്മെൻറ്റ് ജനറേഷന് വേണ്ടിയിട്ട് ഹൈലി പൊട്ടൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രൊഡക്ട്സിൻ്റെ ഇംപ്രൂവ്മെൻറ്റോ അല്ലെങ്കിൽ ഇന്നൊവേഷനോ ഡെവലപ്മെൻറ്റോ ഒക്കെ നടത്തുന്ന കമ്പനീസ് അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു സെക്ഷൻ പ്രകാരം എന്തുള്ളൂ, ഡിഡക്ഷൻസ് അനുവദിക്കപ്പെടുന്നുള്ളൂ. ആൻഡ് 100% ഓഫ് പ്രോഫിറ്റ് ഫോർ 3 അസസ്മെൻറ്റ് ഇയേഴ്സ്, അത്രയും എമൗണ്ട്സ് ആണ് ഇവിടെ ഡിഡക്ഷൻ എമൗണ്ട് ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇനി 20th പോയിന്റ്, ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് പ്രോഫിറ്റ് ഫ്രം അണ്ടർടേക്കിംഗ് എൻഗേജ് ഇൻ ബിസിനസ് അതർ ദാൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് അല്ലാതെ ഉള്ള ബിസിനസ് സ്ഥാപനങ്ങൾക്ക്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് അല്ലാതെ പ്രവർത്തിക്കുന്ന മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള പ്രോഫിറ്റും ഇവിടെ ഡിഡക്ഷന് അലൗബിൾ ആണ്. അപ്പോൾ ഇനി ഞാൻ താഴെ പറയാൻ പോകുന്ന തരത്തിലുള്ള ബിസിനസ് ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്ന വ്യക്തികൾക്കാണ് ഈ ഒരു സെക്ഷൻ പ്രകാരം സെക്ഷൻ 80 IB പ്രകാരം ഡിഡക്ഷന് അർഹതപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഏത് തരത്തിലുള്ള ബിസിനസ് സ്ഥാപനങ്ങൾക്കാണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ബിസിനസ് എൻഗേജ് ചെയ്തിരിക്കുന്ന അസസീസിനാണ് സെക്ഷൻ 80 IB പ്രകാരം ഡിഡക്ഷന് അർഹതയുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ പോയിന്റ്, മിനറൽ ഓയിൽ പ്രൊഡക്ഷൻ 1999 മാർച്ച് 31-നും 2017 ഏപ്രിൽ 1-നും ഇടയിൽ മിനറൽ ഓയിലിൻ്റെ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ നടത്തുന്ന സ്ഥാപനങ്ങളിൽ
100% പ്രോഫിറ്റും ഇവിടെ ഫോർ ഇനീഷ്യൽ 7 ഇനീഷ്യൽ അസസ്മെൻറ്റ് ഇയേഴ്സിൽ 100% പ്രോഫിറ്റിനും ഇവിടെ എന്താണ് ഡിഡക്ഷൻ അലൗബിൾ ആണ്. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് നാച്ചുറൽ ഗ്യാസ് പ്രൊഡക്ഷൻ. ഓക്കെ, 2009 മാർച്ച് 31 2017 ഏപ്രിൽ 1 ഇടയിൽ നാച്ചുറൽ ഗ്യാസ് പ്രൊഡക്ഷൻ നടത്തിയിരിക്കുന്ന സ്ഥാപനങ്ങൾക്ക് 100% ഡിഡക്ഷൻ അലൗബിൾ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് കാറ്റഗറി ഓഫ് ബിസിനസ് ഹൗസിംഗ് പ്രോജക്ട്സ് ആണ്. ഹൗസിംഗ് പ്രോജക്ട്സ് ഇൻ ബിറ്റ്വീൻ 30th September 1998 ആൻഡ് 31st March 2008. ഇവിടെ ഡിഡക്ഷൻ 100% പ്രോഫിറ്റ് ഇവിടെ ഈ ഒരു സെക്ഷൻ പ്രകാരം ഡിഡക്റ്റബിൾ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് ബിസിനസ് ഓഫ് ഹാൻഡ്ലിംഗ്, സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസ് ആണ്. ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഹാൻഡ്ലിങ്ങും സ്റ്റോറേജും ട്രാൻസ്പോർട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ബിസിനസ്സാണ്. ആൻഡ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 2001 മാർച്ച് 31 ശേഷമായിരിക്കണം. ആൻഡ് 100% ഓഫ് പ്രോഫിറ്റ് ഇവിടെ ഈ ഒരു സെക്ഷൻ പ്രകാരം ഡിഡക്റ്റബിൾ ആയിരിക്കും അസിക്ക്. നെക്സ്റ്റ് കാറ്റഗറി ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ പ്രോസസ്സിങ്ങും പ്രിസർവേഷനും പാക്കിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ബിസിനസ്സാണ്. ആൻഡ് ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 2005-2006 അസസ്മെൻറ്റ് ഇയേഴ്സിലായിരിക്കണം. ആൻഡ് ഡിഡക്ഷൻ 100% ഡിഡക്ഷനാണ്. 100% ഓഫ് പ്രോഫിറ്റ് ഇവിടെ ഡിഡക്ഷൻ അലൗബിൾ ആണ്. Then next point, processing, preservation and packing of meat, poultry and dairy products after 31st March 2009. 2009 മാർച്ച് 31 ശേഷം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ബിസിനസ് ആയിരിക്കണം. ആൻഡ് ഇവിടെ ബിസിനസ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് മീറ്റ്, പോൾട്രി ആൻഡ് ഡയറി പ്രൊഡക്ട്സിൻ്റെ പ്രോസസ്സിങ്ങും പ്രിസർവേഷനും പാക്കിങ്ങും ആയിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് കടക്കാം. സെക്ഷൻ 80IBA ഡിഡക്ഷൻ ഇൻ റെസ്പെക്റ്റ് ഓഫ് പ്രോഫിറ്റ് ഓഫ് ഹൗസിംഗ് പ്രോജക്ട്സ്. അപ്പോൾ ഹൗസിംഗ് പ്രോജക്റ്റിൻ്റെ ഒരു കേസ് നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2008-നും 1998-നും ഇടയിലുള്ള ഹൗസിംഗ് പ്രോജക്ട്സിനാണ് ഇവിടെ 100% ഡിഡക്ഷൻ അലൗഡ് ആയിരിക്കുന്നത്. ഇവിടെ പറയുന്നത് സെക്ഷൻ 80IBA പ്രകാരം പറയുന്നത് 2016-നും 2020-നും ഇടയിൽ 2016 ജൂൺ 1-നും 2020 മാർച്ച് 31-നും ഇടയിൽ ഉള്ള അപ്രൂവ് ചെയ്തിരിക്കുന്ന ഒരു കോമ്പറ്റേറ്റീവ് അതോറിറ്റി അപ്രൂവ് ചെയ്തിരിക്കുന്ന ഹൗസിംഗ് പ്രോജക്റ്റിനാണ് ഇവിടെ ഈ ഒരു സെക്ഷൻ പ്രകാരം ഡിഡക്ഷൻ അസിസിക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഹൗസിംഗ് പ്രോജക്റ്റ് ബിസിനസ് നൽകുന്ന അല്ലെങ്കിൽ ഹൗസിംഗ് പ്രോജക്റ്റ് ബിസിനസ്സുകളിൽ ഏർപ്പെടുന്ന അസിസിന് മാത്രമാണ് ഈ ഒരു സെക്ഷൻ പ്രകാരം ഡിഡക്ഷൻ അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. 100% പ്രോഫിറ്റ് ഈ ഒരു സെക്ഷൻ പ്രകാരം അസിസിക്ക് എന്ത് ചെയ്യാം, ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും അദ്ദേഹത്തിന് എന്ത് ചെയ്യാവുന്നതാണ്, മൈനസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത പോയിന്റ് 22 ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് പ്രോഫിറ്റ്സ് ഫ്രം അണ്ടർടേക്കിംഗ് ഇൻ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് സെക്ഷൻ 80IC. നമ്മുടെ ഇന്ത്യയിൽ ചില പ്രത്യേക സ്റ്റേറ്റ്സുകളിലെ ബിസിനസ്സിന് 100% പ്രോഫിറ്റ്സ് ഡിഡക്റ്റബിളായിട്ട് ടാക്സിൽ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റേറ്റ്സുകളാണ് സിക്കിം, ഹിമാചൽ പ്രദേശ്, ഉത്തരാഞ്ചൽ എന്നിവ. അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റേറ്റ്സുകളിലുള്ള അത്തരത്തിലുള്ള സ്റ്റേറ്റ്സുകളിലെ ബിസിനസ്സിൽ ഏർപ്പെടുന്ന അസസിന് അവരുടെ 100% പ്രോഫിറ്റ് IT ആക്ടിലെ ഡിഡക്ഷൻസ് പ്രകാരം എന്താണ്, അവരുടെ ടോട്ടൽ ഇൻകത്തിൽ നിന്നും ഡിഡക്റ്റബിൾ ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് പ്രോഫിറ്റ്സ് ഫ്രം അണ്ടർടേക്കിംഗ് ഇൻ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് സെക്ഷൻ 80IE. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലും 100% ഓഫ് ബിസിനസ് പ്രോഫിറ്റ്സ് എന്തായിരിക്കും, ആ ഒരു ബിസിനസ്സിൽ എൻഗേജ്ഡ് ആയിരിക്കുന്ന അസസീസിന് ഡിഡക്റ്റബിൾ ആയിരിക്കും ഫോർ 10 ഇനീഷ്യൽ അസസ്മെൻറ്റ് ഇയേഴ്സ്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 80IEയിൽ പറയുന്നത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ നിന്നുള്ള ബിസിനസ് പ്രാക്ടീസിൽ നിന്നുള്ള പ്രോഫിറ്റ്സ് അതത് ബിസിനസ്സിൽ എൻഗേജ് ചെയ്തിരിക്കുന്ന അസസിന് എന്തായിരിക്കും, അവരുടെ ടോട്ടൽ ഇൻകത്തിൽ നിന്നും ഡിഡക്റ്റബിൾ ആയിരിക്കും. നെക്സ്റ്റ് പോയിന്റ് 24 ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് പ്രോഫിറ്റ് ഫ്രം ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് സെക്ഷൻ 80JJA. ഇവിടെ
ബയോഡിഗ്രേഡബിൾ വേസ്റ്റിൻ്റെ കളക്ഷനും പ്രോസസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സിൽ ഏർപ്പെടുന്ന അസസീസിന്, അത് ഏത് തരം അസസിയാണ്? ഇനി അസസിയാണ് ഇവിടെ പറയുന്നത്. അസസി എൻറ്റൈറ്റി ഡിഡക്ഷൻ ഇനി അസസിയാണ്. ഇൻഡിവിജ്വലോ HUFO കമ്പനിയോ ആരും ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ബയോഡിഗ്രേഡബിൾ വേസ്റ്റിൻ്റെ കളക്ടിങ്ങും പ്രോസസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന അസസീസിനെല്ലാം 100% പ്രോഫിറ്റും എന്തായിരിക്കും? സെക്ഷൻ 80JJA പ്രകാരം ഡിഡക്റ്റബിൾ ആയിരിക്കും. The next point, point 25, reduction in respect of profit of the business engaged in employment of new workman. പുതിയ വർക്ക്മാൻ്റെ എംപ്ലോയ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ബിസിനസ്സിൽ നിന്നുള്ള പ്രോഫിറ്റിൽ ഏത് തരം അസസീസും എല്ലാത്തരം അസസീസും ഇവിടെ എന്തായിരിക്കും? ഡിഡക്ഷന് അർഹതപ്പെട്ടവരായിരിക്കും. സെക്ഷൻ 80JJA പ്രകാരം അതിപ്പോൾ ഇൻഡിവിജ്വലോ HUFO എല്ലാത്തരം അസസീസും ഈ ഒരു സെക്ഷൻ പ്രകാരം എമൗണ്ടിന് ഡിഡക്ഷന് അലവബിൾ ആണ്. അപ്പോൾ ന്യൂ വർക്ക്മാൻ എംപ്ലോയ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബിസിനസ് ആയിരിക്കണം. ആൻഡ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ന്യൂ വർക്ക്മാന് നൽകിയിരിക്കുന്ന പേയ്മെൻറ്റിന് അഡീഷണൽ പേയ്മെൻറ്റിൻ്റെ 30% ഓഫ് എമൗണ്ട് ആണ് ഇവിടെ എന്ന് പറയുന്നത് ഡിഡക്ഷൻ എമൗണ്ട് ആയിട്ട് പറയപ്പെടുന്നത്. ഓക്കെ. The next point, section 26, deduction in respect of income of offshore banking units, section 80LA. ഇപ്പം സ്പെഷ്യൽ എക്കണോമിക് സോണിൽ യൂണിറ്റുള്ള അല്ലെങ്കിൽ ബാങ്ക് ഓഫ്ഷോർ ബാങ്കിങ് യൂണിറ്റുള്ള ബാങ്കുകൾക്കാണ് ഇവിടെ ഈ ഒരു സെക്ഷൻ പ്രകാരം ഡിഡക്ഷന് അർഹത ഉള്ളത്. അപ്പോൾ സ്പെഷ്യൽ എക്കണോമിക് സോണിൽ ഓഫ്ഷോർ ബാങ്കിങ് ഉള്ള ഷെഡ്യൂൾഡ് ബാങ്കോ ഇന്ത്യക്ക് പുറമെ ഇൻകോപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ബാങ്കും ആയിരിക്കണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഷെഡ്യൂൾഡ് ബാങ്കോ ഇന്ത്യക്ക് പുറമെ ഇൻകോപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ബാങ്കും ആയിരിക്കണം. ആൻഡ് അത്തരത്തിലുള്ള ബാങ്കുകൾക്ക് 100% പ്രോഫിറ്റാണ് ഇവിടെ എന്തായിരിക്കുന്നത്? സെക്ഷൻ 80LA പ്രകാരം ഡിഡക്ഷൻ അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. ഓക്കെ. ദ നെക്സ്റ്റ് പോയിന്റ്, പോയിന്റ് 27, ഡിഡക്ഷൻസ് ഫ്രം പ്രോഫിറ്റ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി, സെക്ഷൻ 80P. ഇപ്പോൾ ബാങ്കിങ് ബിസിനസ്സിലോ കോട്ടേജ് ഇൻഡസ്ട്രിയിലോ മാർക്കറ്റിംഗ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസിലോ ഒക്കെ ബിസിനസ് സ്ഥാപനങ്ങൾ കൊണ്ട് നടക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് 100% പ്രോഫിറ്റ്സോ അല്ലെങ്കിൽ പ്രിസ്ക്രൈബ്ഡ് റേറ്റിലോ ഇൻകംസ് എന്തായിരിക്കും? ഡിഡക്റ്റബിൾ ആയിരിക്കും. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നുള്ള ബിസിനസ് പ്രോഫിറ്റും എന്തായിരിക്കും? സെക്ഷൻ 80P പ്രകാരം അതത് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് അവരുടെ ഇൻകത്തിൽ നിന്നും എന്ത് ചെയ്യാവുന്നതാണ്? മൈനസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ലെസ് ചെയ്യാവുന്നതാണ്. ദ നെക്സ്റ്റ് പോയിന്റ്, ഡിഡക്ഷൻ ഫ്രം റോയൽറ്റി ഇൻകം ഓഫ് ഓതേഴ്സ്. നമുക്കറിയാം, ഇപ്പോൾ ലിറ്റററി വർക്കോ ആർട്ടിസ്റ്റിക് വർക്കോ സയൻറ്റിഫിക് നാച്ചുറലുള്ള വർക്കുകളൊക്കെ ചെയ്യുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബുക്കുകളൊക്കെ തയ്യാറാക്കുന്ന ഓതേഴ്സിന് റോയാലിറ്റി ഇൻകം ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു ബുക്കിൻ്റെ മുകളിൽ ഒരു ഓതറിന് ലഭിക്കുന്ന ഇൻകത്തിലും എന്താണ്? ഡിഡക്ഷൻ അലൗബിൾ ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ഒരു ഓതർ, ആ ഒരു ഇൻഡിവിജ്വൽ എന്തായിരിക്കണം? ഇന്ത്യയിൽ താമസിക്കുന്ന ആളായിരിക്കണം, ഇന്ത്യൻ റെസിഡൻ്റ് ആയിരിക്കണം. ആൻഡ് അദ്ദേഹത്തിന് കിട്ടുന്ന റിഡക്ഷൻ എന്ന് പറയുന്നത്, എമൗണ്ട് ഓഫ് റിഡക്ഷൻ എന്ന് പറയുന്നത് റോയൽറ്റി ഇൻകം ഓർ 3 lakh വിച്ച് എവർ ഈസ് ലെസ്. എത്ര രൂപയാണോ അദ്ദേഹത്തിന് റോയൽറ്റി ഇൻകം കിട്ടുന്നത്, അല്ലെങ്കിൽ 3 ലക്ഷം രൂപ എത്രയാണോ കുറവ്, അത്രയുമാണ് ഇവിടെ അദ്ദേഹത്തിന് അർഹതപ്പെട്ടിരിക്കുന്ന ഡിഡക്ഷൻ എമൗണ്ട് എന്ന് പറയുന്നത്. ഇവിടെ സെക്ഷൻ 80QB പ്രകാരമാണ് റോയൽറ്റി ഇൻകം ഡിഡക്റ്റബിൾ ആവുന്ന കേസ്. ഓക്കെ. ദെൻ സെക്ഷൻ 29th പോയിന്റ്, ഡിഡക്ഷൻ ഫ്രം റോയൽറ്റി ഇൻകം ഓൺ പേറ്റൻറ്റ്, സെക്ഷൻ 80 RRB. നേരത്തെ നമ്മൾ ഓതേഴ്സിൻ്റെ റോയൽറ്റി ഇൻകം ആണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പേറ്റൻറ്റിൻ്റെ മുകളിലുള്ള റോയൽറ്റി ഇൻകം ആണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഡിഡക്ഷന് അലവബിൾ ആയിരിക്കുന്ന പേഴ്സൺ എന്ന് പറയുന്നത് പേറ്റൻറ്റി ആയിരിക്കണം. ഒരു രജിസ്റ്റേർഡ് പാറ്റൻറ്റിൻ്റെ മുകളിൽ ഇൻകം റിസീവ് ചെയ്യുന്ന പാറ്റൻറ്റി ആയിരിക്കണം. ആൻഡ് ഈ പാറ്റൻറ്റി നിർബന്ധമായിട്ടും ഇന്ത്യയിൽ താമസമാക്കിയിരിക്കുന്ന ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കണം. അദ്ദേഹത്തിന് കിട്ടുന്ന എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് നേരത്തെ ഓതേഴ്സിന് കിട്ടുന്ന അതേ ഒരു എന്താ പറയുക എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ തന്നെയാണ്. ഇൻകം ഓർ ₹3 lakh വിച്ച് എവർ ഈസ് ലെസ് ആകും. അദ്ദേഹത്തിന് ആ ഒരു പാറ്റൻറ്റിൻ്റെ മുകളിൽ കിട്ടുന്ന ഇൻകം എത്രയാണോ അത്രയും എമൗണ്ട്, അല്ലെങ്കിൽ 3 ലക്ഷം രൂപ, എത്ര രൂപയാണോ കുറവ് അത്രയും എമൗണ്ടാണ് ഇവിടെ എന്തായിരിക്കുക? അദ്ദേഹത്തിന് ഡിഡക്ഷൻ അലവബിൾ ആയിരിക്കും. ഓക്കെ. നെക്സ്റ്റ് പോയിന്റ്, 30th പോയിന്റ്, ഡിഡക്ഷൻ ഫ്രം ഇൻട്രസ്റ്റ് ഓൺ സേവിങ് അക്കൗണ്ട്. ഇപ്പോൾ ഇവിടെ ഈ ഒരു ഡിഡക്ഷൻ അലവബിൾ ആയിരിക്കുന്നത് ഇൻഡിവിജ്വലും HUFO ആണ്. സെക്ഷൻ 80TTA പ്രകാരമാണ് ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു HUFനോ അവരുടെ സേവിങ് അക്കൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് എന്താണ്? ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്,
സേവിങ് അക്കൗണ്ടിലൂടെ മാത്രം ലഭിക്കുന്ന ഇൻകം ആയിരിക്കണം. അപ്പോൾ ഇവിടെ അവർക്ക് സേവിങ് അക്കൗണ്ടിലൂടെ ലഭിക്കുന്ന ഇൻകം അല്ലെങ്കിൽ 10,000 വിച്ച് എവർ ഈസ് ലെസ് ഈസ് ഡിഡക്റ്റബിൾ അണ്ടർ സെക്ഷൻ TT80 അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സീനിയർ സിറ്റിസൺ ആവാൻ പാടില്ല. ഇവിടെ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ HUF മെമ്പേഴ്സ് എന്തായിരിക്കാൻ പാടില്ല, സീനിയർ സിറ്റിസൺ ആയിരിക്കാൻ പാടില്ല. സീനിയർ സിറ്റിസണിൻ്റെ കേസാണ് നമ്മൾ അടുത്ത സെക്ഷനായിട്ട് പറയുന്നത്. സെക്ഷൻ 80TTB ഡിഡക്ഷൻ ഫ്രം ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്. നേരത്തെ സേവിങ് അക്കൗണ്ട് മാത്രമായിരുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 30ാമത്തെ പോയിന്റിൽ സെക്ഷൻ TTA പറയുന്നത് ഇൻഡിവിജ്വലും HUFും ആണ്, സീനിയർ സിറ്റിസൺ ആവാൻ പാടില്ല. സേവിങ് അക്കൗണ്ടിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് മാത്രമായിരിക്കണം. എത്രയാണോ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ 10,000 രൂപ എത്ര രൂപയാണോ കുറവ് അത്രയാണ് ഡിഡക്റ്റബിൾ ആയിരിക്കുക. 31st പോയിന്റിൽ പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് ആണ്. സെക്ഷൻ 80TTB ഇവിടെ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ അസസി എന്ന് പറയുന്നത് സീനിയർ സിറ്റിസൺ ആയിരിക്കണം. സേവിങ് അക്കൗണ്ടോ അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റോ രണ്ടിൽ നിന്നും കിട്ടിയിരിക്കുന്ന ഇൻകം ഇൻ ദ ഫോം ഓഫ് ഇൻട്രസ്റ്റ് എന്ന രൂപേനെ കിട്ടിയിരിക്കുന്ന ഇൻകമാണ്. ഇവിടെ എത്ര രൂപയാണോ ഇൻകം കിട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ 50,000 രൂപ എത്രയാണോ കുറവ് അതാണ് ഇവിടെ സീനിയർ സിറ്റിസൺസിന് എന്തായിരിക്കുക ഡിഡക്ഷൻസ് ലഭിക്കുക. ഓക്കെ, നമ്മൾ ലാസ്റ്റ് പോയിന്റിലേക്ക് കിടക്കുകയാണ്. 31st പോയിന്റ് ഡിഡക്ഷൻ ഫ്രം ഇൻകം ഓഫ് എ ഡിസേബിൾഡ് പേഴ്സൺ. സെക്ഷൻ 80U ലാസ്റ്റ് സെക്ഷനാണ് 80U. ഡിസേബിൾഡ് പേഴ്സൻ്റെ ഇൻകത്തിൽ നിന്നുള്ള ഡിഡക്ഷൻ. അപ്പോൾ ഒരു ഡിസേബിൾഡ് പേഴ്സൺ, ഒരു അസുഖക്കാരനായ പേഴ്സൺ തീർച്ചയായിട്ടും റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ ആയിരിക്കണം. അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ 75,000 rupees വിച്ച് എവർ ഈസ് ലെസ് ഈസ് ഡിഡക്റ്റബിൾ ഫ്രം ഹിസ് ടോട്ടൽ ഇൻകം. ഓക്കെ, എത്ര രൂപയാണോ അദ്ദേഹത്തിനുള്ളത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള തുക അല്ലെങ്കിൽ 75,000 രൂപ എത്ര രൂപയാണോ ഉള്ളത് അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി അദ്ദേഹത്തിൻ്റെ ഡിസബിലിറ്റി എന്ന് പറയുന്നത് സിവിയർ ആണെങ്കിൽ ടോട്ടൽ ഇൻകം ഓർ 1,25,000 rupees വിച്ച് എവർ ഈസ് ലെസ് ഈസ് ഡിഡക്റ്റബിൾ ഫ്രം ഹിസ് ടോട്ടൽ ഇൻകം. അപ്പോൾ ഇത്രയാണ് നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്ന ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C to 80U. 80U വരെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.